ഹലോ ഗൈസ്, ഡിക്കു മിക്കു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇത്തിരി ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ എല്ലാത്തിന്റെ ഗുണങ്ങൾ നമ്മൾ പരിചയപ്പെടാനാണ് ഇന്ന് നമ്മുടെ ഈ വ്ലോഗ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഫ്രൂട്ട് ആപ്പിളാണ്. ആപ്പിളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് രോഗങ്ങളെ അകർത്തി നിർത്തുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ആപ്പിള്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ആപ്പിള് എല്ലാ ദിവസവും വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല, കാരണം ഇത്തിരി പൈസ കൂടുതലാണ്. അപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം പറ്റുമെങ്കിൽ ആപ്പിൾ വാങ്ങിച്ച് കഴിക്കണം. കഴിക്കില്ലേ? ഇനി ആപ്പിളിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാലോ. ആപ്പിള് എപ്പോഴും നമ്മൾ കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ്. ഇത് കഴിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ എപ്പോൾ കിട്ടിയാലും നമ്മൾ കഴിക്കണം, കളയരുതേ. കഴിക്കില്ലേ? ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അത് ഏതാണ്? ക്യാരറ്റ്. ക്യാരറ്റിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. പിന്നെ കുറേ വിറ്റാമിൻസ് ഇതിൻ്റെ ഉണ്ട്. അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ ക്യാരറ്റ് കഴിക്കണമെന്ന്. അത് 100% സത്യമാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച കിട്ടും. നമ്മൾ ദൂരെയുള്ള ഐറ്റം പോലും നമ്മളെ കണ്ണിൽ കാണാൻ പറ്റും. അത്രയ്ക്ക് കാഴ്ച തരുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് ക്യാരറ്റ്. കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടിരിക്കാം. എല്ലാ ദിവസവും നമ്മുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തണം. ആദ്യം പറഞ്ഞ ആപ്പിളിന് ഇത്തിരി വില കൂടുതലാണ്, പക്ഷേ ഇതിന് വില കുറവാണ്. അപ്പോൾ നമ്മുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തണേ. വെള്ളം കുടിക്കാൻ പാടുള്ള കുട്ടികളുണ്ട്. എനിക്ക് അങ്ങനെയാണ്, നല്ല പാടൊരു വെള്ളം കുടിക്കാൻ. പിന്നെ എൻ്റെ അമ്മ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ വെള്ളം പോലും കുടിക്കുന്നത്. എൻ്റെ മിക്കുവിന് നല്ല ഈസി ആയിട്ട് അവൾ എപ്പോഴും വന്നെടുത്ത് കുടിക്കും. അങ്ങനെ വെള്ളം കുടിക്കാൻ പാടുള്ള കുട്ടികൾക്ക് ഒരു വെജിറ്റബിൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി 95% നമുക്ക് വെള്ളം കിട്ടും. അത് ഏതാണെന്ന് നോക്കിയാലോ. കുക്കുംബർ, വെള്ളരിക്ക. ഇപ്പോൾ ഈ മുതിർന്നവർക്ക്, കൊച്ചുകുട്ടികൾക്കല്ല, മുതിർന്നവർക്കൊക്കെ അമിതമായ വണ്ണം വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കുക്കുംബർ കഴിച്ചാൽ തന്നെ നമ്മുടെ വണ്ണവും കുറയും. നമ്മൾ 3 നേരം ഫുഡ് ഇങ്ങനെ കുറച്ചിട്ട് നമ്മൾ ഒരു നേരം ഈ കുക്കുംബർ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറും നിറയും, വണ്ണവും കുറയും. നമ്മൾ തൊലിയും കൂടിയാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കണതായതുകൊണ്ട് ഇഷ്ടം പോലെ മരുന്നൊക്കെ അടിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തൊലി ചെത്തിയിട്ടോ അല്ലെങ്കിൽ അരമണിക്കൂർ വിനാഗിരിയിൽ വെള്ളത്തിയിട്ട് വച്ചിട്ടോ നമ്മളുടെ അടുത്ത് കഴിക്കണം. ഇത് നന്നായിട്ട് കഴുകിയിട്ട് കഴിക്കാവൂ. പിന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് അരിഞ്ഞോ സാലഡോ പോലെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ചെറുതാണ്, എന്നാൽ നമുക്ക് പോഷണ ഗുണം തരുന്നൊരു ഫ്രൂട്ടും കൂടിയാണ്. കാണിക്കട്ടെ. ഈ നാരങ്ങയിൽ കൂടുതലും നമ്മൾ വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ 2-3 നാരങ്ങ എന്നും പിഴിഞ്ഞു കുടിക്കണം. നമ്മുടെ ബോഡിക്കും നമ്മുടെ കണ്ണിനും എല്ലാത്തിനും ഗ്ലോ തരാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ലെമൺ. പിന്നെ നമുക്ക് ആർക്കെങ്കിലും വയസ്സാവാൻ ഇഷ്ടമാണോ? അല്ലല്ലോ. വയസ്സാവാൻ ഇഷ്ടമല്ലാത്തവരിത് ഈ ഒരു നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വയസ്സാകത്തില്ല. ചെറുപ്പക്കാരന്മാരെയും പോലെ നമുക്ക് തോന്നും. ഇന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാനൊരു നാരങ്ങ പിഴിഞ്ഞ് എൻ്റെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അമ്മ അവിടുന്ന് ഓട്ടിക്കും, അവിടെ വൃത്തിയിടാവോന്ന് പറയും. എന്നാലും ഒന്നും കാര്യമാക്കണ്ട. എന്നാലും നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചിരിക്കണം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ ഫുഡും തിന്നണ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന, നമുക്ക് ഓക്കെ ആവുന്ന ഒരു ഫുഡാണ് മുട്ട. നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ടേ നമ്മുടെ വീട്ടിലോട്ട് വരത്തുള്ളൂ, അല്ലേ? അതുപോലെയാണ് നമ്മൾ ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാ പ്രോട്ടീനും ഈ മുട്ടയിൽ നമുക്ക് തരും. മുതിർന്നവരും കൊച്ചു കുട്ടികളും മുട്ടയെ മഞ്ഞക്കരിവ് മാറ്റിയിട്ടാണ് കഴിക്കാറ്.
യഥാർത്ഥത്തിൽ അങ്ങനെ കഴിക്കരുത്. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു, മഞ്ഞക്കരിവ് മാറ്റിയിട്ട് കഴിക്കാറുള്ളായിരുന്നു. ഇപ്പം മിക്കും അങ്ങനെയാണ്. പക്ഷെ ഞാനിപ്പോൾ രണ്ടും ചേർത്തേ കഴിക്കാറുള്ളൂ. ഇത് രണ്ടും ചേർത്ത് കഴിക്കാൻ നോക്കുക. നമ്മുടെ രണ്ടും കൂടി ചേർത്താണ് കഴിക്കാറുള്ളത്, എന്നാലേ അതൊരു കംപ്ലീറ്റ് ഫുഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം. ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ ഇനിയും വരാം. അപ്പോൾ ബൈ ബൈ, ഐ ലവ് യു.